സർഗം കിച്ചണിൽ ഇന്ന് ചെയ്യുന്ന വിഭവം ഇറച്ചിപ്പുട്ടാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ വേവിച്ച ഇറച്ചി കട്ട് ചെയ്തത്, മീൻസ് ബീഫ് കട്ട് ചെയ്തത്. അരിപ്പൊടി 2 കപ്പ്, വറുത്ത അരിപ്പൊടി. 1 മുറി തേങ്ങ ചിരകിയത്, ഇഞ്ചി 1 കഷ്ണം ചെറുതായി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി പൊടിയായി അരിഞ്ഞത്, ചുവന്നുള്ളി 10 എണ്ണം പൊടിയായി അരിഞ്ഞത്, മല്ലിയില 2 കതിർപ്പ് പൊടിയായി അരിഞ്ഞത്, മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില 2 കതിർപ്പ്. ആദ്യം വേവിച്ച ഇറച്ചി എടുത്ത് ചെറിയ ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ചെറിയ ജാറെടുത്ത് വേവിച്ച ഇറച്ചി കഷ്ണങ്ങൾ ഇടുക. മൂടി 2 തവണ ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്ത ഇറച്ചി ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇനി വറുത്ത അരിപ്പൊടി പുട്ടിന് നനയ്ക്കണം. 2 കപ്പ് വറുത്ത അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ നാളികേരം, ജീരകം പൊടിച്ചത് 1 നുള്ള്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നനയ്ക്കണം. വെള്ളം പാകാവുന്നത് വരെ ഒഴിച്ച് നനച്ച് ചെറിയൊരു നനവ് വന്ന വരെ പുട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കണം. പുട്ട് നനച്ച് വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെക്കണം. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർക്കണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മുരിഞ്ഞു വരുമ്പോൾ പൊടികൾ ഓരോന്നായി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, മീറ്റ് മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ,
കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. വേപ്പില ചെറുതാക്കി നുറുക്കി അതിലേക്ക് ചേർക്കുക. കരിഞ്ഞു പോവാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച വേവിച്ച ഇറച്ചി ചേർക്കണം. ഇറച്ചി പാകമാവുന്നത് വരെ മൊരിക്കണം. ഉപ്പ് ആവശ്യമെങ്കിൽ ഒരു നുള്ളും കൂടി ചേർക്കണം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞ് അടിയിൽ പിടിക്കും. മൊരിഞ്ഞു പാകമാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. നുറുക്കി വെച്ച മല്ലിയില ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് വിതറുക. മല്ലിയില എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബൗളിലേക്ക് മാറ്റണം. ഇനി പുട്ടുകുമ്പത്തിൽ വെള്ളമൊഴിച്ച് ഗ്യാസിന്മേൽ വെക്കണം. ഗ്യാസ് ഓണാക്കണം. പുട്ടുപൊടി കുമ്പത്തിൽ നിറയ്ക്കണം. ആദ്യം കീമ ചേർക്കുക. നല്ലവണ്ണം കീമ ഇടണം. നനച്ച പുട്ടുപൊടി ഒരു വാരൽ ഇതിലിടുക. പിന്നെ കീമ ഇടുക. പുട്ടുപൊടി കുറച്ചിടുക, കീമ ഇടുക. പുട്ടുപൊടി അവസാനം കീമ മുകളിൽ വരത്തക്ക വിധം കുമ്പം നിറയ്ക്കുക. പുട്ടുകുമ്പത്തിന്മേൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടുക. ആവി വരുമ്പോൾ ചിരട്ട കൊണ്ട് മൂടണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ആവി വരും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചിരട്ട കൊണ്ട് മൂടണം. ചിരട്ട വെച്ച് ഫ്ലെയിം കുറച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഇറച്ചിപ്പൂട്ട് റെഡിയായി. വെന്ത പൂട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് ഈ ഇറച്ചിപ്പുട്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.